ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് ആളുകൾ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നതും ആളുകളെ കയറ്റി റോക്കറ്റുകൾ ഗ്രഹാന്തര സഞ്ചാരങ്ങൾ നടത്തുന്നതും അത്ര പുതുമയുള്ള കാഴ്ചയല്ലാതാവുകയാണ്. 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ കുടുങ്ങിക്കിടന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന നാസ സംഘം ഭൂമിയിലേക്ക് എത്തുന്നത് ശ്വാസം അടക്കിപ്പിടിച്ചിരുന്ന് കണ്ട ലോകം കഴിഞ്ഞ ദിവസം ഒരു സംഘം ബഹിരാകാശ വിനോദസഞ്ചാരികൾ പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങുന്നത് ആയാസമില്ലാതെ കണ്ടിരുന്നു. Inside of that Dragon capsule are the 4 Prom 2 crew members. Welcome home, Prom 2. We have confirmation of splashdown of the Dragon spacecraft. ബിറ്റ്കോയിൻ നിക്ഷേപകനായ ചൈനീസ് വംശജൻ ചാൻ വാങ് ആണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ചാർട്ടർ ചെയ്ത് 3 പേർക്കൊപ്പം ബഹിരാകാശ വിനോദസഞ്ചാരം നടത്തിയത്. ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലൂടെയും കടന്നുപോകുന്ന ഭ്രമണപഥത്തിലൂടെയാണ് 4 സംഘം സഞ്ചരിച്ചത്. ഇരുധ്രുവങ്ങളിലെയും മഞ്ഞുതുപ്പികളെയും അതിനു നടുവിലായി ഭൂമിയിലുള്ളതിനെയെല്ലാം 360 ഡിഗ്രിയിൽ കണ്ട് 3.5 ദിവസങ്ങളാണ് ഇവർ സഞ്ചരിച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാങ്ങും സംഘവും റോക്കറ്റിൽ പുറപ്പെട്ടത്. മാൽട്ടീസ് പൗരനായ വാങ്ങിനൊപ്പം നോർവീജിയൻ ചലച്ചിത്രകാരിയും ഛായാഗ്രാഹകയുമായ യാനിക്കെ മിക്കൽസൺ, ജർമ്മൻ റോബോട്ടിക്സ് ഗവേഷക റാബിയ റോഗ്, ഓസ്ട്രേലിയൻ പോളാർ ഗൈഡ് എറിക് ഫിലിപ്സ് എന്നിവരായിരുന്നു സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചത്. ചരിത്രം കുറിച്ച സഞ്ചാരത്തിന്റെ ഹൃദയഹാരിയായ ദൃശ്യങ്ങൾ അവർ പങ്കുവച്ചു. ഛായാഗ്രാഹകയായ യാനിക്കെ മിക്കൽസൺ ബഹിരാകാശത്തും ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു. ഭ്രമണപഥത്തിലെത്തിയ ഇവർ 2ാം ദിനമാണ് യാത്ര ആസ്വദിക്കാൻ ആരംഭിച്ചത്. 430 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് ധ്രുവങ്ങളുടെ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തുന്നത് കൂടാതെ ബഹിരാകാശത്തെ ആദ്യത്തെ മെഡിക്കൽ എക്സ്റേ എടുക്കുന്നതടക്കം 12ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഇവർ നടത്തി. ഒരു നൂറ്റാണ്ട് മുമ്പ് ഗവേഷകരെയും വഹിച്ച് ധ്രുവസഞ്ചാരം നടത്തിയ നോർവീജിയൻ കപ്പലിന്റെ ഓർമ്മയ്ക്കായി ഫ്രാം 2 എന്നായിരുന്നു 4 സംഘം തങ്ങളുടെ ബഹിരാകാശ യാത്രയ്ക്ക് നൽകിയ പേര്. കപ്പലിന്റെ തട്ടിന്റെ തടിയുടെ ചില ഭാഗങ്ങളും ബഹിരാകാശത്തേക്ക് അവർ കൊണ്ടുപോയിരുന്നു. സുനിത വില്യംസും സംഘവും ഫ്ലോറിഡയിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തതെങ്കിൽ വാങ്ങും സംഘവും കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിലാണ് വന്നിറങ്ങിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് സ്പ്ലാഷ് ഡൗൺ പസഫിക്കിലേക്ക് മാറ്റിയതെന്നാണ് സ്പേസ് എക്സ് നൽകുന്ന വിശദീകരണം. 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് ബഹിരാകാശ സഞ്ചാരികൾ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. 1975 അപ്പോളോ സോയുസ് ദൗത്യത്തിലെ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഇതിനു മുമ്പ് പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങിയത്.